ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ബെഡിൽ കയറി കിടന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് തോന്നി. കാരണം ഇന്നത്തെ ദിവസമേ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരുന്നു. നമ്മൾ വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നുമല്ല ദിവസങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രീ പ്ലാനോട് കൂടിയിട്ടുള്ള ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവാറുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അതൊന്നും ഇട്ട് നടക്കാറുമില്ല. പക്ഷെ ചില ദിവസങ്ങൾ അവസാനം എത്തുമ്പോൾ ഭയങ്കര ഒരു വാവ് ഫീലിംഗ് തോന്നും. അങ്ങനെ വാവ് ആയിട്ടുള്ള നല്ലൊരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് ശ്രീയാണ് കേട്ടോ. തലേദിവസം തന്നെ കഞ്ഞിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ജസ്റ്റ് അരി ഒന്ന് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ കാലത്ത് കഞ്ഞിയുടെ ഗഡുബിഡ് ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് പണിക്കാരുണ്ട്, വീടിന് ചുറ്റും പണിക്കാരുണ്ട്. നമ്മുടെ മതിൽ പണി, പിന്നെ അവിടെ പണി, ഇവിടെ പണി, മൊത്തത്തിൽ പണിയാണ്. പണിയോട് പണി, പണി പണിയേ പണി പണി. ഇതിന് അടച്ചുറപ്പ് പോരാന്ന് തോന്നിയപ്പോൾ ഭാഗ്യൻ ഒരു മതിൽ പണിയാൻ തീരുമാനിച്ചതാണ്. മക്കളെ എന്തിനിപ്പോൾ പറയുന്നത്, പണിത് 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 ആ വല്ലൂര് രാജ്യം മുഴുവൻ മതിൽ പണിത് വെച്ച് ഭാഗ്യൻ. ഇപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ അതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് ചേട്ടന്മാർക്ക് എന്തെങ്കിലും കഞ്ഞിക്ക് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ഉരുളൻ കിഴങ്ങ് ഉപ്പേരി വയ്ക്കാതെ. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ തന്നെ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ദിവസത്തിൽ നമ്മൾ എന്ത് കയ്യിൽ കിട്ടണോ അന്ന് നമ്മളത് കൂട്ടാൻ വെക്കും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഓടി നടന്ന് പറക്കി കൂട്ടുന്നത് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ അടുക്കളയുടെ ചുറ്റും ഒന്ന് ഓടിച്ചപ്പോഴാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ് ചേട്ടൻ കൊട്ടയിൽ ഇരുന്നിട്ട് മരമായി വളർന്നു വരുന്നത് കണ്ടത്. അപ്പം ഞാൻ മുളയ്ക്കുന്നേക്കാളും മുമ്പ് ഇവനെടുത്തിട്ട് ജസ്റ്റ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാലത്ത് എണീക്കുമ്പോൾ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് കിടക്കും. കാരണം തലേദിവസം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണല്ലോ പോണത്. പക്ഷേ ആദ്യത്തെ കുറച്ച് നേരം ഇതുപോലെയുള്ള ക്ലീനിങ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഭയങ്കര നീറ്റ്നെസ്സും ഒക്കെ കീപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചങ്ങനെ തെങ്ങുമ്പോൾ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കടയിലേക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് വരട്ടി. അത് നമ്മൾ അവിയലിനെ അരിയുന്ന പോലെ നീളം കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പണി നടക്കുന്ന കാരണം കൊണ്ട് തന്നെ എപ്പോഴും വീടിന് ചുറ്റും ചേട്ടന്മാരും അതുപോലെ തന്നെ ഇതുപോലെ വണ്ടിയിൽ ഇപ്പോൾ കണ്ടോ കട്ടയൊക്കെ വന്ന് ഇറക്കുന്നത് കണ്ടോ. നമ്മൾ ഹോളോ ബ്രിക്സ് കട്ട വെച്ചിട്ടാണ് വീടിൻ്റെ ചുറ്റും പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു ബഹളമാണ് കേട്ടോ. ഞാൻ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഏകാന്തത എനിക്ക് ഫീൽ ചെയ്യാറില്ല. എപ്പോഴും ചേട്ടന്മാരും ബഹളമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ്. നമ്മുടെ വീട് പണി നടക്കുന്ന ടൈമിലത്തെ ഒരു വൈബില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോപ്പ് റൂട്ടിനെ കണ്ടിട്ട് കുറേ നാളായി ശ്രീന്ന് എല്ലാവരും പറയണ്ടായിരുന്നു. ഇതാ നമ്മുടെ ചോപ്പ് റൂട്ടൻ വീണ്ടും വന്നു കേട്ടോ. നല്ല തിരക്കുള്ള ദിവസങ്ങളിലുണ്ടല്ലോ ഇവനെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര സഹായം. നമ്മുടെ അടുക്കളയിൽ വേറൊരാൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു തരാനുള്ളൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും അതുപോലെ തന്നെ നല്ല നാടൻ പച്ചമുളകില്ലാത്ത കേസില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ ഈ പാത്രത്തിൻ്റെ ലിങ്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. കുറച്ച് മീൻസ് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇവൻ ഈ ഒരു ടൈപ്പിലുള്ള പാത്രം എൻ്റെ കയ്യിൽ കുറച്ച് അധികം ഉണ്ട്. അടുത്ത വീഡിയോയിലാവട്ടെ എന്ന് വിചാരിച്ചു, അവനെ പരിചയപ്പെടുത്തില്ല. അപ്പോഴേക്കും നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. കടുക് പൊട്ടിച്ചു, അതിൽ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ചെയ്ത പോലെയുള്ള രീതിയിലുള്ളത് കിട്ടും. പിന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച, നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ച ഒരു അഹങ്കാരം വാക്കിൽ ഉതിരുണ്ടല്ലേ. ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുമ്പോഴേ അഹങ്കാരമല്ല ഒരു സന്തോഷമാണ് വരുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ആ കമൻറ്റ് കാണാറുണ്ട്, ശ്രീക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന്. ഞാനപ്പോൾ ഇങ്ങനെ സ്വയം ചിരിക്കും, എന്തുണ്ടായിട്ട് അഹങ്കരിക്കുകയെന്ന്. എന്നോട് തന്നെയുള്ളൊരു ചോദ്യമാണത്. അപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തക്കാളി ചമ്മന്തിയിൽ ഒരു സാരം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ചോപ്പർ കൂട്ടണിൽ കുറച്ച് സവോളയും അതുപോലെ തന്നെ പച്ചമുളകും നന്നായിട്ട് അരിയുക, നന്നായിട്ട് ചോപ്പ് ചെയ്യുക, എന്നിട്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തൊരു തക്കാളി, ഇതുപോലെ തക്കാളി നമ്മൾ എന്തൊരു സാധനം മുട്ട പൊട്ടിക്കുമ്പോഴായാലും പച്ചക്കറി എരിയുമ്പോഴായാലും ഇങ്ങനെ നടുവൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പച്ചക്കറിയും കൂടി കേടാവാണ്ട് നോക്കാം. മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ പൊട്ടിച്ചിരുന്നതിന് പകരം ഒരു പ്ലേറ്റിൽ പൊട്ടിച്ചിട്ടിട്ട് അത് പൊട്ടയാണോ എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ തക്കാളി ചോപ്പർ കൂട്ടനിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഉച്ചയ്ക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാനുള്ള പ്ലാനില്ല. ഞാനൊരു മീൻ കൂട്ടാനും അവസാനിപ്പിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി അധികം തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി ചമ്മന്തി എല്ലാ നാട്ടിലും
ഉണ്ടെന്ന് തോന്നണൂല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ മാറ്റി വെക്കുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ഫുള്ള് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വെക്കണേ. എന്നിട്ട് ഇത് അതൊന്ന് നന്നായിട്ട് വഴട്ടി അതിനെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുത്തപ്പോഴേക്കും സംഭവം റെഡി സെറ്റായിട്ടാ. പിന്നെ 10 മണിയാകുമ്പോഴേക്കും ചേട്ടന്മാരെ അവിടെ നിന്ന് വിളി തുടങ്ങും, മാളോ കഞ്ഞിയായോ മാളോ കഞ്ഞിയായോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് മെഴുക്ക് വരട്ടി, തക്കാളി ചമ്മന്തി, അതുപോലെ തന്നെ അച്ചാർ, ഇതാണ് നമ്മുടെ കഞ്ഞിക്കുള്ള ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിലുള്ള കമൻറ്റുകൾ വായിച്ചിട്ട് എൻ്റെ മക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി വായിച്ചു നോക്കിക്കോളൂട്ടാ. അതിലത്തെ പ്രധാന വിഷയം നമ്മൾ ഭക്ഷണം കൊടുത്തത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഇരുന്നിട്ടാണ് എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. നമ്മുടെ അച്ഛനൊക്കെ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അവരോട് ഇരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരെടുത്തുകൊണ്ട് പോകേണ്ടി വരും. നമുക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വേറെ ഏരിയയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും അവരിയ്ക്കില്ല. അവർ അവിടെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? പിന്നെ കുറേ ചേച്ചിമാർ അറിയുന്നവരൊക്കെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഭയങ്കര വലിയ രീതിയിൽ നിങ്ങളെന്താ പണ്ടത്തെ ജന്മികളാണോ, മണ്ണിൽ കുഴി കുത്തി അതിൽ ഇലയിട്ട് നിങ്ങൾക്ക് കൊടുത്തൂടെ, നല്ല കണ്ടന്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം കാര്യം അറിയാണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതൊരു പക്വതയല്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് വായിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ, നല്ലൊരു ഇമ്പം തോന്നി. ഇപ്പം എന്ത് പറയാൻ, വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ആ മീൻ മുറിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ. അത്ര ഫ്രഷ് മീനൊന്നും ആയിരുന്നില്ല, എന്നാലും നല്ല വില കൊടുത്ത് മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് കഴുകി വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ നമ്മളൊന്ന് നാളികേരം അരച്ചൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ട് വെക്കാം. പിന്നെ കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിന്ന് എടുത്ത് പറയട്ടെ, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ഇഷ്ടം ഇല്ല വലിയ സ്മെല്ല് മീൻ കൂട്ടാനിൽ, പക്ഷെ ഞാനത് മടിയായിട്ടാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറേ ഉണ്ടാക്കി വയ്ക്കുന്ന കാരണം കൊണ്ട് അത് ജസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് മാത്രം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത്, ഉപ്പിട്ട് കൊടുത്ത്, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൂട്ടി നമ്മൾ അടപ്പത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരില്ല, നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കും. അതായത് ഞാൻ നന്നായിട്ട് വെണ്ണ പോലെ അരിഞ്ഞിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നേരം ഉണ്ടായില്ല, 1-ാം പാലിൽ വേവിച്ച് കൊടുത്ത് ഏറ്റവും അവസാനം 2-ാം പാലിൽ ഒഴിച്ച് ഉള്ളി കാച്ചി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് അരച്ചൊഴിച്ച തേങ്ങ കൊണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട്, പിന്നെ ഉള്ളി കാച്ചി അതിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ചാലിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ അടിപൊളി മീൻകറി റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടി മീൻകറി ആയ കാരണം കൊണ്ട് വേറെ ഒന്നും വേണ്ടി വന്നില്ല ചോറിനാൻ വേണ്ടിയിട്ട്. പിന്നെ കാലത്ത് ചില്ലറ സാധനങ്ങൾ ബാക്കിയുണ്ടല്ലോ. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ഈ സാധനം തലയിൽ കെട്ടുമ്പോൾ എല്ലാവരും ചോദിക്കും, ശ്രീ ഇതെങ്ങനെയാണ് ഈ തലയിൽ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുടി ഉണക്കാനായിട്ടേ, കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കാൻ ഉപയോഗിക്കുന്ന ബണ്ണാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺമഴാണ് നമ്മൾ മാസ്ക് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാസ്ക് എങ്ങോട്ടും പോവില്ല, ടാനൊന്നും അടിക്കാതെ നല്ല സെക്യൂർ ആയിട്ടിരിക്കും. തിരിച്ചറിയാൻ പാടില്ല, അതാണ് നമ്മുടെ ഉദ്ദേശം. ബൊഗെയിൻവില്ലേമ പൂവുണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ. അതായത് നമുക്കൊരു എന്താ പറയുക, നവംബർ തൊട്ടുള്ള സമയങ്ങളിൽ പൂക്കാൻ തുടങ്ങും. അപ്പോൾ തൊട്ട് നമ്മൾ വളങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂവുണ്ടാവുന്ന, അല്ലെങ്കിൽ മനസ്സും അതുപോലെ നമ്മുടെ കണ്ണും നിറയ്ക്കുന്ന ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളവും വളവും ഒന്നും അധികം വേണ്ട. അത്യാവശ്യം നമ്മൾ അവരൊന്ന് സ്നേഹിച്ച ഒരു പൂക്കാലം തന്നെ നമുക്ക് സമർപ്പിക്കുന്നവരാണ് ഈ ബൊഗെയിൻവില്ലകൾ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നമ്മുടെ തുളസി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുളസിയുടെ ഈ പൂക്കൾ പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമാണ് തുളസി നന്നായിട്ട് കട്ട കുത്തി ഇലകളായിട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് ആവി പിടിക്കാനൊക്കെ നല്ലതായിട്ട് ആവശ്യമുള്ള സാധനമാണ് തുളസിയില കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് അവയെ പരിചരിക്കുന്നതെന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒക്കെ പരീക്ഷണങ്ങളാണ് കേട്ടോ, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമ്മുടെ കയ്യിൽ നല്ല കട്ട അതുപോലെ തന്നെ ഒറ്റതളമൊക്കെ ആയിട്ടുള്ളതുണ്ട്. ഇതാണ്
ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, സെപ്പറേറ്റ് പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച് വെക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ അടിയിലുള്ള പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് ഇതുപോലെ ഒരു ഹാൻഡ് പിക്കർ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് അതിൽ വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ ബൊഗൻവില്ല പൂവിടാൻ തുടങ്ങുന്ന സമയത്ത് വളം കൊടുക്കും, അത് ജൈവവളമാണ് കൊടുക്കുക, ചാണകമൊക്കെ കലക്കി ഒഴിക്കും. അത് കഴിഞ്ഞ് പൂവിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ NPK കൊടുക്കും, DAP ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മുല്ല പൂമ്പൊടി കെട്ടിയെടുക്കും, കല്ലിന് മുണ്ടാ സൗരഭ്യം എന്ന് പറയില്ല, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ മജന്തേരെ എടുത്തിരുന്നിട്ട് വെള്ളയ്ക്ക് പോലും ചെറിയൊരു ചാഞ്ചാട്ടം വന്ന അവൻ മജന്ത ആവാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊമ്പ് നമ്മൾ ഒടിച്ച് നടുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വലുതായിട്ട് ഇങ്ങനെ പൂമ്പ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ആ പ്രൂൺ ചെയ്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ കടയിൽ തന്നെ കുത്തി കൊടുക്കും. അത് നന്നായി പൊടിച്ച് വരും ചെയ്യും. പിറ്റേ കൊല്ലം അതിങ്ങനെ നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ, ബൊഗൻവില്ല വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ കയ്യിൽ വയലറ്റ്, പിങ്കിൻ്റെ തന്നെ, പിങ്ക് മീൻസ് ഈ ഒരു പിങ്ക് ഉണ്ട് കേട്ടോ, ലൈറ്റ് പിങ്ക് ഉണ്ട്. ഇത് വലിയ ഭംഗിയൊന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുഞ്ഞു പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോഴാണ് ഞാൻ വെയിലൊക്കെ വന്നില്ലേ നമ്മുടെ കുരുമുളക് നമുക്കൊന്ന് എന്താ പറയുക വെയിലത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുരുമുളക് നമ്മൾ ഇന്നലെ പൊട്ടിച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു വയ്ക്കുമല്ലോ നമുക്ക്. നമ്മുടെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കൊന്നാന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് നമ്മുടെ അവിടെ കേട്ടോ. അതുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് അവിടെ നിന്ന് കിട്ടും, ബാക്കി നമ്മൾ കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ പങ്കിട്ടെടുക്കാറാണ് പതിവ്. നമുക്ക് അവിടെ ഒരു ചടങ്ങാടന്നൂല വെച്ചാ ജനുവരി ഫെബ്രുവരി മാസമായി 10,000 രൂപയ്ക്കൊക്കെ നമ്മൾ അന്നത്തെ കാലം എത്ര കൊല്ലം പൂരത്തിന്റെ ചെലവ് ഇതിപ്പോ കഴിഞ്ഞതില്ല. ഇപ്പൊ നമ്മുടെ അവിടെ ഒത്തൂല്ല അല്ലേ, 1-2 കോടി മഴകളൊന്നും ഉണ്ടല്ലേ. അന്ന് കള്ളമൊക്കെ ഉണ്ടാക്കും നമ്മള്, ഇത് ആക്കാൻ വേണ്ടി മാത്രം. ഓർമ്മയുണ്ട് അച്ഛന് വേലച്ചന്റെ അവിടെ സൈഡൊക്കെ പിടിച്ചിട്ട്. നമ്മുടെ വീട്ടിലത്തെ വിശേഷമാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ വീട്ടില് പണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് കുരുമുളക് ഉണ്ടായിരുന്ന സമയത്ത് കുരുമുളക് വെക്കുമ്പോൾ അച്ഛൻ കൊണ്ടുവരുന്നതാണ് പൊറോട്ടയും ചിക്കനും. അന്ന് അപ്പം മാത്രം അത് കിട്ടുള്ളൂ കേട്ടോ. എന്നിപ്പോ ഈ കുരുമുളകിന്റെ കഥ പറയുമ്പോഴും ഞാൻ ആ കഥ പറയും. ഇത് വെള്ളത്തിലിട്ട് ചേച്ച് അതിന്റെ തോട് കളഞ്ഞ് പിന്നെ ഉള്ളിലത്തെ വെള്ളമണികൾ മാത്രമാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ള കളറിലുള്ള വൈറ്റ് പെപ്പർ കിട്ടും. വൈറ്റ് പെപ്പർ അല്ല കുരുമുളകിന്റെ പൊടിയൊന്നും തോന്നില്ല, ചുക്കിന്റെ പൊടി പോലെ ഇരിക്കും. കറുത്ത പൊന്ന് തേടി നമ്മുടെ കേരളത്തിൽ വന്ന എത്രയോ അന്യ രാജ്യക്കാരുണ്ട് അല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഇവൊക്കെ ഈ ഒരു പേരിന് മാത്രം ആയിരിക്കണോ കുട്ടികളെ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ചവിട്ടണേന്ന് നോക്കാട്ടോ. ഇതുപോലെ കാലുകൊണ്ട് ചവിട്ടി കുടഞ്ഞ് അതിൻ്റെ ആ ഒരു തിരിയുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണക്കിയെടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടന്മാർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ കേട്ടാ. ഇവിടെ ഒന്നും അവരിയ്ക്കില്ല. പണ്ടൊക്കെ നമ്മൾ 10-15 ദിവസം ഇത് ഉണക്കാൻ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇത്രയും കൂടി ഉണ്ട്. ഇതിനിത് ചേറ്റി നമ്മൾ ആവശ്യമുള്ളത് എടുക്കും, പിന്നെ ബാക്കിയുള്ളത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് 1000-600 രൂപ വിലയുണ്ടെന്ന് തോന്നുന്നു കിലോന്മേ ഉണക്കയ്ക്ക്. പച്ചയ്ക്ക് അത്ര വില കിട്ടില്ല. പക്ഷേ ഇത് ഉണക്കാനായിട്ട് ഭയങ്കര സുഖം ഇപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കുരുമുളക് ഉണക്കി കിട്ടും. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. പിന്നെ ഇവിടെ മെറ്റലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കണ്ട ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ, ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതാണിത്. നല്ല എരിവുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരുവിധം ചിക്കനിലും ബീഫിലും ഒക്കെ കുരുമുളകാണ് ധാരാളം ഉപയോഗിക്കുക. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ചിലവാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ട്. പിന്നെ കുറേ ഉണക്കിയാലാണ് ഇത്ര കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിക്കണം. പക്ഷെ പല കുട്ടികൾക്ക് ഇത് പുതിയ അറിവുകളായിരിക്കും ചിലപ്പോഴേ. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ ബൊഗെയിൻവില്ല കേരളയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ നമ്മുടെ തോട്ടത്തിൽ നിറയെ വെണ്ടക്കായ മൂത്തിക്കണത് കണ്ടത്. വെണ്ടക്കായ മൂത്തത് അപ്പം തന്നെ പൊട്ടിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് എന്താ പറയുക
വെണ്ടക്കായ പോയി മുരിങ്ങക്കായ പരുവത്തിലാവും കേട്ടോ. അപ്പോൾ അത് മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറി തോട്ടത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള റിവ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് പേര് നിങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഒരുപാട് അതിനെയൊക്കെ തരണം ചെയ്യാൻ മാത്രം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള തിങ്സും ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ എന്താണോ നമുക്കുള്ളത് അതിനെ ചെറിയ ചെയ്യാന്ന് മാത്രമാണ് കേട്ടോ നമ്മുടെ ലൈഫിലുള്ളത്. അങ്ങനെ നമുക്ക് ധാരാളം ലേഡീസ് ഫിംഗേഴ്സ് കിട്ടി. കുട്ടികളെ നോക്കൂ, നിറയുണ്ട് കേട്ടോ. ഇത് നമ്മൾ കടയിലേക്ക് കൊടുത്തുവിടും. പിന്നെ തക്കാളിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് തക്കാളിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ കാലത്തന്നെ എണീറ്റ് ആ മഞ്ഞ് കണങ്ങളൊക്കെ വീണ് നിൽക്കുന്നത് ഒരു കടി കടിക്കുമ്പോൾ എന്താ സാറേ എന്നുള്ളൊരു ഫീലാണ്. ധാരാളം ഉണ്ടായിട്ടുമുണ്ട് തക്കാളി. ഇതിൻ്റെയൊക്കെ വിത്ത് എവിടെ കിട്ടാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിന്നാണ് നമ്മളെല്ലാം മേടിക്കുന്നത്. നമ്മൾ തൈയാണ് ഒരുവിധം മേടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളിത് ചെയ്യുന്നൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മുടെ മണി ഗർഭരണി. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു വിശാലമായിട്ടുള്ള നമ്മുടെ കൃഷിത്തോട്ടമാണ്. വളരെ ചെറിയതാണ് കേട്ടോ. എനിക്കിത് വിശാലമായതാണെന്നേ ഉള്ളൂ. അപ്പോൾ ധാരാളം പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. പിന്നെ നമുക്ക് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ആവശ്യമുള്ളത് കിട്ടും. ഇവിടെ ഇന്നും എല്ലാവർക്കും ഇപ്പോൾ വെണ്ടക്കായും തക്കാളിയും കറി എന്ത് പറയാൻ. അപ്പോൾ ധാരാളം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ധാരാളം പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, തക്കാളി ഒരു ഒറ്റ വട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെന്താ പറയുക, വാഴയൊക്കെ പോലെയാണ് ഒറ്റ വട്ടേ കഴിക്കണുള്ളൂ. പക്ഷെ കായ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കേണ്ടത് മാത്രം. പിന്നെ കാബേജ് കോളിഫ്ലവർ ഒന്നും സെറ്റായി വന്നിട്ടില്ലെങ്കിൽ പൂട്ട് തുടങ്ങിയിട്ടുമില്ല. എന്താ പറയുക, ക്യാബേജുമേ ഇങ്ങനെ മുട്ട കൂട്ടി തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വിളവെടുത്ത സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എൻ്റെ മുഖത്ത് ആ പ്രസരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ. ഇവിടെ ഗംഭീര കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബൊഗൈൻവില്ലയിലേക്ക് വരികയാണ്. ബൊഗൈൻവില്ല നമ്മളിലുള്ള കളറുകൾ എന്ന് പറയുന്നത് ഇതുപോലെ മഞ്ഞുണ്ട്. ഇതിന് വേണ്ടത്ര വളം കൊടുക്കാതെ വരുമ്പോഴാണ് ഇതൊരു പേപ്പർ കളറിലേക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ, ഒരു വൈറ്റിഷ് ആയിട്ട് വരുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ NPK തട്ടാം നമുക്കെന്ന്. പിന്നെ നമ്മൾ സാധാരണ ചാണകമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ചാണകം ഞാൻ നേർപ്പിച്ച് കലക്കി ഒഴിക്കുകയാണ് ചെയ്യാറ്. ചില സമയങ്ങളിൽ ഇവിടെ സ്ലറി ഉണ്ടാക്കും. അതായത് ചാണകവും പിന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും, പിന്നെ വേപ്പിൻ പിണ്ണാക്കും, ഇത്രയും സാധനങ്ങൾ ഒരു വലിയ ഡ്രമ്മിൽ നമ്മൾ കലക്കും. എന്നിട്ട് അതിൻ്റെ തെളി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. അതും അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു വളമാണ് കേട്ടോ. ചെയ്ത് നോക്കും നിങ്ങൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ട് കാണുന്ന മതിൽ പണികളുണ്ടല്ലോ, അതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കെട്ടി വീടിന് ചുറ്റുപ്പം കെട്ടി. ഞാൻ ഇതുപോലെ ഇവിടെ കാണുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചേട്ടാന്ന് പറഞ്ഞതാണെന്ന്. അങ്ങനെ തുടങ്ങിയ പണിയാണ് മക്കളെ. ഇപ്പം എന്തായി, പണി തീരാത്ത വീടായി. അയ്യോ, അതൊക്കെ ഒരു കഥ. അങ്ങനെ നമ്മൾ ഏറ്റവും അധികം നമ്മുടെ കയ്യിലുള്ള കളർ എന്ന് പറയുന്നത് ഈ ഒരു മെറൂണല്ല, ഒരു എന്താ പറയുക, മജന്ത കളറാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിലും ആ രണ്ട് സൈഡിലും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അത്രയധികം ബൊഗൈൻവില്ലകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തത് ഈ കമ്പ് നട്ടിട്ടാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാനൊരു ഈ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ എല്ലാതും പ്രൂൺ ചെയ്ത് നിർത്തില്ലേ. പ്രൂൺ ചെയ്ത് നിർത്തുന്നതിൻ്റെ ഓരോന്നും നമ്മൾ വേറെ ചട്ടിയിലേക്ക് വയ്ക്കും. ഇത് മുഴുവൻ എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ മണ്ണ് ചട്ടിയേക്കാളും ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ മറ്റേ ചട്ടിയിലാണ്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിക്ക് നല്ലതല്ലെങ്കിലും റിസൾട്ട് തരുന്നത് അവനാണെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വളം എന്ന് പറയുന്നത് NPK ആണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. ആമസോണിൽ വില കൂടുതലാണ്. പക്ഷേ NPK പൊതുവേ നമ്മുടെ ഇവിടെയുള്ള കടകളിൽ കിട്ടാനില്ലാത്ത കാരണമാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിക്കുന്നത്. നമ്മുടെ വീട്ടിലെത്തുകയും ചെയ്യും. പിന്നെ ഭാഗ്യനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല പൂക്കുമ്പോഴേ സംഭവം വീട്ടിലെത്തുള്ളത്. കാരണം ഞാൻ തന്നെ ഓർഡർ ചെയ്തു. പിന്നെ DAP ആണ് ആ മണി ബ്ലാക്ക് കളറിലുള്ളത്. പിന്നെ ഒരു എപ്പോസം സാൾട്ട് ഇട്ടു. ഇതെല്ലാം ഒരുമിച്ചിടണമെന്നൊന്നുമില്ല കേട്ടോ. 2-3 ദിവസം ഇടവിട്ടിട്ട് ഇട്ട് കൊടുത്താലും ഞാൻ പണി വേഗം തീരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ പണി കിട്ടും, നിങ്ങൾ അധികം ഇടരുത്. പിന്നെ ജൈവവളം പോലെയല്ല, രാസവളം ഇടുമ്പോൾ വേണ്ട രീതിയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടി ഏത് വഴിക്കാണ് നശിച്ചു പോകണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ എനിക്ക് വെള്ള ബൊഗൈൻവില്ല ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല കൊല കുത്തി നല്ല ഭംഗിയിലുണ്ടായി നിൽക്കും. അപ്പോൾ നമ്മളെല്ലാം ഒരു സ്പൂണ് വീതം മണ്ണിലൊരു കുഴി കുത്തും. എന്നിട്ട് ഞാൻ ആ ഓട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കലാണ് പതിവ്. എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കും. നമ്മൾ എപ്പോഴും രാസവളങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള നന വേണം. എന്നാൽ മാത്രമാണ് ചെടി നശിച്ചു പോകാണ്ട് നിൽക്കുള്ളൂ കേട്ടോ. ഈ ഒരു അറ്റം തൊട്ട് അറ്റം വരെ 2 സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ബൊഗൈൻവില്ലയുടെ സീസൺ ആകുമ്പോൾ ബൊഗൈൻവില്ല വയ്ക്കും, അല്ലാത്ത സീസൺ ആകുമ്പോൾ ഞാൻ അവിടെ റോസാണ് വെക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം റോസ് ഉണ്ടാകുമ്പോൾ റോസ് വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. നല്ല രീതിയിൽ നനച്ചു. നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഒടുക്കത്തെ വെയിലായിരുന്നു. ഒടുക്കത്തെ വെയിലടോ, ഭയങ്കര വെയിൽ കൂടിയപ്പോൾ ഞാനത് കയറി. എന്തൊരു വെയിലല്ലേ.
അയ്യോ ആകെ ടാനൊക്കെ അടിച്ച് ഇപ്പോഴല്ല അറിയാം, കുറച്ച് കഴിയുമ്പോൾ പറയാം. ഞാൻ ഈ സൺസ്ക്രീനും തേങ്ങ വാങ്ങിയൊക്കെ ഇടാൻ മറക്കും. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ മറക്കും. ആ ഒരു ഇൻട്രസ്റ്റിൽ അതുമ്പോൾ പൂവുണ്ടായി ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നതാണ് മനസ്സിൽ മുഴുവൻ. അതിന് കൊലയായിട്ട് അതിന് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കിയെല്ലാം മറന്നുപോയി. പിന്നെ നമ്മൾ തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എൻ്റെ ഈശ്വര നാളെ ഒരു കോലത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചത്. ആകെ ടാനടിക്കും. അപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ചില്ലടിച്ചിട്ട് വരാം. ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് പാപ്പൻ്റെയും മേമയുടെയും വിളി വന്നത്. വായോ കേക്ക് മുറിക്കാന്ന് വിചാരിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി കാണും, രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഒന്ന് ഒരുങ്ങാം എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ഈ മണങ്ങളോട് ഭയങ്കര ഒബ്സഷൻ ഉണ്ട് കേട്ടോ, എസ്പെഷ്യലി ഈ ധൂമത്തിനോട് ഭയങ്കര ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് എളുപ്പപ്പണി ചെയ്തിട്ട് പഴം പുഴുങ്ങി വെച്ചു. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇളയമ്മയുടെയും പാപ്പൻ്റെയും വീട് കേട്ടോ, നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്. അപ്പോൾ പാപ്പൻ്റെയും മേമയുടെയും 32ാമത്തെ വിവാഹ വാർഷികം, അത് ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ ഞങ്ങള്. കാത്തുകൾ ഗംഗു കൈവിടാതിരുന്നു ഞങ്ങളെ. എങ്ങനെയുണ്ടായിരുന്നു ജീവിതം? ഭയങ്കര സന്തോഷമായിരുന്നു. പാപ്പന്റെ അഭിപ്രായം ഇളയമേടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടായിരുന്നു 32 കൊല്ലം? പാപം പറയാം, ഈ 32 കൊല്ലം എന്റെ അനിയൻ ബാബുട്ട സുരേഷ് ബാബുനെ കോമള സഹിച്ചതില് ഞാൻ ഒരുപാട് 1500 കോടി ദൈവത്തിനോട് സ്തുതി പറഞ്ഞു. അത് ബാബുനെ കുറ്റം പറയല്ല, ഇളമയ്ക്കുള്ള ക്രെഡിറ്റ് ആണ്. ഞങ്ങളിൽ ചില ആളുകൾ വളർന്ന സാഹചര്യം അങ്ങനെയായി പോയി. പക്ഷെ കോമള എന്ന് പറഞ്ഞ അത്യാവശ്യം വിദ്യാഭ്യാസവും നല്ല ഒരു ഏരിയയില് ജീവിച്ചു വളർന്ന ഒരാളായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു കുടുംബിനിയാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും ചേട്ടനായിട്ട് പറയല്ല, കോമള വളരെ നല്ലതാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പാപ്പൻ ആൻഡ് മേമ. അച്ഛൻ്റെ ഫാമിലിയിൽ ഏറ്റവും താഴെയുള്ളത് പാപ്പനാണ് കേട്ടോ. പിന്നെ അമ്മായിമാരുണ്ട്, പക്ഷേ പാപ്പൻ തൊട്ടപ്പുറത്തുണ്ട്. പാപ്പൻ ഭയങ്കര ജോളിയായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. എപ്പോഴും പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇളയമ്മനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കാനൊക്കെ ഇളയമ്മ എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ പറമ്പിലത്തെ പണിയൊക്കെ ഇളയമ്മ കൂടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര അടിപൊളിയായിട്ട്. ഇളയമ്മയും പാപ്പനും ആദ്യമായിട്ടാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പാപ്പനും അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്, മിത്തൂട്ടനും സ്വർണ്ണയും. മിത്തൂട്ടൻ ഇവിടെ ഉണ്ട്, സ്വർണ്ണ ഗൾഫിലാണ് കേട്ടോ. മിത്തൂട്ടനും ഗൾഫിലാണ്. ഇത് പാപ്പനാണ്, ബാബുട്ടന്റെ പേര്, നമ്മുടെ അയൽവാസിയാണ് സുരേഷ് ബാബു, അച്ഛൻ്റെ അനിയേട്ടാ. പാപ്പെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ. വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്. ഈ മുഹൂർത്തത്തിൽ ഇതിന് പറയാനുള്ളത് സന്തോഷം മാത്രം പറയാണ്ട് കൂടി കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം, 100 സന്തോഷം എന്താണ് പറയാനുള്ളത്? അതിന്റെ സന്തോഷം. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കേക്ക് മുറിക്കുന്നത്? അതെ. കണ്ടാ എത്ര വയസ്സായി? ഇപ്പൊ എനിക്കൊരു 59 വയസ്സിനിടയിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്ന ആളാണ്. മനസ്സിലാക്കി. മിത്തൂട്ടാ ഇതാ ഒരു മോൻ കേട്ടാ. അല്ല ഒരു മോൻ, ഇത് സ്വർണ്ണ പിന്നെ ഗൾഫിലല്ലേ. ഇതുപോലൊരു മോനും കൂടി ഉണ്ട്, ഫോട്ടോസ്റ്റാറ്റ് പോലെ. പക്ഷെ ആള് ഗൾഫില. ഗൾഫിൽ തന്നെയാട്ടാ. മിത്തൂട്ടന് ഗൾഫിൽ. ഇനി ഞങ്ങള് കല്യാണത്തിന്റെ ഫോട്ടോയിൽ കാണുള്ള ആള് കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. ചേച്ചി എന്നെ നാറ്റിച്ചു. അങ്ങനെയല്ല, ഇനിയിപ്പോ ആരെങ്കിലും കണ്ടു ചിലപ്പോ ചോദിച്ചാലോ മിത്തൂട്ടനെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു തരുമെന്ന്. അപ്പൊ ടാറ്റ, പോട്ടെ ഞങ്ങള്. ടാറ്റ. ശരി അപ്പ.
ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ എങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിൽ എത്തിയെന്ന് വിചാരിക്കേണ്ട, ഇച്ചിരി നേരം ബാക്കി ഉണ്ടായിരുന്നു. ഞാനപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ എനിക്കൊരു കൂട്ടം ഒരു പെരുത്ത സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കടയിലെത്തി. അവിടെ ധാരാളം സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതൊക്കെ ആവശ്യമുള്ളതൊക്കെ പറക്കിയെടുത്ത് ബില്ല് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത്തിരി സമയമുള്ളൂ. ഇപ്പോൾ പൂരമൊക്കെ ആയ കാരണം കൊണ്ട്, പിന്നെ പണിക്കാർ ചേട്ടന്മാർ വീട്ടിലുള്ള കാരണം കൊണ്ട് തന്നെ എവിടേക്കെങ്കിലും പോയാൽ ഓടി വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഒരു ചോക്ക് നിറയെ സാധനങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഒതുക്കി വയ്ക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളെങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതായത് ചേച്ചിമാർ മാസത്തിലൊരിക്കലാണോ, അതോ ആവശ്യമുള്ള സാധനങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മേടിക്കലാണോ, ഇനി എൻ്റെ പോലെ തന്നെ ഇതുപോലെ ബൾക്കായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാസത്തെ കാര്യം കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്താഗതികളുള്ളതാണോ എന്ന്. കാരണം അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ കൃഷ്ണേൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. പക്ഷേ കൃഷ്ണേൻ്റെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മളിങ്ങനെ കോണ്ടൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായ കാരണം കൊണ്ട് ചില സമയങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമുള്ള സംഭവങ്ങൾ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസിന് പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിച്ച് വയ്ക്കുക. അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ കിട്ടണൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വയ്ക്കുന്ന ശീലമുണ്ട് കേട്ടോ. ഇതുപോലത്തെ വലിയ കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചന്ദനത്തിരി കത്തിച്ചത് കണ്ടില്ലേ നിങ്ങൾ? ഈ ചന്ദനത്തിരി ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. മായ സുപ്രീമിൻ്റെ ചന്ദനത്തിരിയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കത്തി മൂർച്ച കൂട്ടുന്ന ഒരു സംഭവം കുറേ നാളായിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭാഗ്യനോട് പറയുമ്പോൾ ഭാഗ്യം പറയും മേടിച്ചുകൊണ്ട് വരാൻ മോനെ എന്ന് പറയും. എന്തും പിന്നെ വരാമെന്ന് പറയും, പക്ഷേ സംഭവം വീട്ടിലെത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോയ വഴിക്ക് കണ്ടപ്പോൾ അതൊരെണ്ണം മേടിച്ചു. നന്നായിട്ട് മൂർച്ചയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വലിയ വലിയ കണ്ടെയ്നറിലാക്കിയിട്ടാണ് നമ്മൾ സംഭവം സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലിരിക്കുന്ന ബോർഡിൽ എഴുതും ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എഴുതും. ചില കാര്യങ്ങൾ പ്ലാൻഡ് ആവണത് നല്ലതാണ് കേട്ടോ നമ്മുടെ പോലെയുള്ള ആൾക്കാർക്ക്. കാരണം ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കാറുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നടക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ കൈമിടുന്ന ഒറ, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്, പിന്നെ ഇതേ പുളി മിഠായി, അങ്ങനെ കുറേ സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി പാട്ടൊക്കെ വെച്ച് ഇവിടെയൊക്കെ സെറ്റാക്കി പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടായിരുന്നു? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ സ്നേഹപൂർവ്വം ശ്രീജ.